ഹലോ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. നമ്മൾ കൊന്നാരം അമ്പൗലുലു മദ്രസ നബിദിനത്തിൻ്റെ മുന്നോടിയായിക്കൊണ്ട് തലേ ദിവസം നമ്മൾ മദ്രസ ഭാരവാഹികളും നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് കൂടി സംയുക്തമായി സംഘടിച്ച നല്ല എല്ലും പൂളയുമാണ് കേട്ടോ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കൊന്നാരം മദ്രസ അങ്കണത്തിൽ നിന്ന് നിങ്ങളുമായി ഞാൻ ക്യാപ്ചർ ചെയ്യുന്നത്. കണ്ടമാനം നമ്മളുടെ നാട്ടുകാർ മുഴുവനും ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഒരുമിച്ച് കൂടി ആ ഒരു സാഹചര്യത്തിലാണ് പ്രേക്ഷകരെ നമ്മളുള്ളത്. അത്രയ്ക്ക് അടിപൊളി മനോഹരമായ ടേസ്റ്റാണ് കേട്ടോ. അതാണ് ഇവർ ഇത്ര സന്തോഷത്തോടു കൂടി കഴിക്കുന്നത്. അപ്പോൾ അവരൊക്കെ നല്ല എന്താ പറയുക, വളരെ മനോഹരമായ ആ ഒരു സന്തോഷം, ആ ഒരു ടേസ്റ്റ് അത് നമുക്ക് എന്തായാലും വർണ്ണിക്കാൻ കഴിയൂല കേട്ടോ. അപ്പം നാട്ടുകാർ മുഴുവന് നല്ല ഒരു കോരിച്ചൊരിയുന്ന മഴയാണ് കേട്ടോ. ആ മഴയൊന്നും വക വെക്കാതെ നമ്മുടെ നാട്ടുകാർ കാരണന്മാർ മുഴുവനും പൂളയും എല്ലും നല്ല കട്ടൻ ചായയും നല്ല മഴയും അല്ലേ, നല്ല അതിശക്തമായ മഴയും കേട്ടോ. നല്ല എന്താ പറയാ, മഴ പെയ്തിട്ട് പോലും ഉള്ളിക്കന്നെ മണ്ടാണ്. പ്രേക്ഷകരെ അടിപൊളി കാഴ്ച. എല്ലും പൂളിയും തിന്നണ ഇടയിലാണ് മഴ പെയ്യുന്നത് കേട്ടോ. നല്ലൊരു കോമ്പറ്റീഷനാണ് പ്രേക്ഷകരെ. അതാ ചെറുക്കന്മാര് മുഴുവനെ, ചെറുക്കന്മാരെ നിങ്ങൾ തിന്നണ ആരും കണ്ടിട്ടില്ല. ഇത്തരം മടിച്ചു എന്തിനാ? അതാ ചെറുക്കന്മാര് മുഴുവനും ഭക്ഷണം എല്ലും കൂടെ ടേസ്റ്റ് മതി മറന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി അടിപൊളി കാഴ്ച, നല്ല മഴ. കട്ടൻ ചായ ഇട്ടിട്ടില്ല? കട്ടൻ ചായ അവിടെ ഉണ്ട്. ഇവന്റെ കൊണ്ട് വെച്ചാണ് കേട്ടോ. അടിപൊളി. ആരത്? യൂട്യൂബ് ചാടും. അവിടെ ചെറുക്കന്മാര് മുഴുവനും പെരുമായ കേട്ടോ. നമ്മളെ എല്ലും പൊളിയും കഴിക്കാനിട്ട് ഇമാര് ടേസ്റ്റ് എന്നറിയോ, വേറെ ലെവല് മക്കളെ. എന്താ ലെവൽ! ഇതൊക്കെ ഇട്ടിട്ടല്ലേ നിങ്ങള് മദ്രസക്ക് വരാത്തത്? എന്താ ടേസ്റ്റ്, അടിപൊളി. എല്ലും പൊളിയും വേണ്ടവര് വന്നോളൂ കേട്ടോ. അപ്പൊ പ്രേക്ഷകരെ, നമുക്ക് ഇന്ന് ഉണ്ടാക്കിയ എല്ലും പൂളിയും അതിന്റെ റിവ്യൂ നമുക്ക് ചോദിച്ചു നോക്കാം. അസിയ, എന്താണ് പറയാനുള്ളത്? എടാ അച്ഛന് കൂലിക്കായ പറ. എന്താ അടിപൊളിയല്ലേ ലക്ഷാതെ? എന്താ പറയാനുള്ളത്? അടിപൊളിയല്ലേ? അപ്പൊ എന്റെ റിവ്യൂലും പറയണത് അടിപൊളിയാണ്. എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? അടിപൊളിയല്ലേ? അപ്പൊ ചങ്ങായിമാരെ, ഈ നബിദിനത്തിന്റെ തലേ ദിവസം ഇവിടെ വന്നപ്പോ നിങ്ങൾക്ക് വളരെയധികം നഷ്ടമാണ് കേട്ടോ. കാരണം അടിപൊളി എന്താ പറയാ, നല്ല ടേസ്റ്റുള്ള എല്ലും പൂളിയാണ് നമ്മളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കഴിക്കണ മുസ്തഫയൊക്കെ കഴിച്ചണ കണ്ടാൽ നമുക്കറിയാം അതിന്റെ ടേസ്റ്റ് എത്ര ഉണ്ട് എന്നിട്ടോ. അപ്പൊ ഫസ്റ്റ് നോക്ക റിവ്യൂ പറയാൻ പറഞ്ഞപ്പോ എന്താ പറയണത് അറിയോ? കാരണം അതിന്റെ ടേസ്റ്റ് ആയിട്ടാണ് ഒന്നും ഉണ്ടായിരിക്കണത്. അന്തം വിട്ടു കേട്ടോ. സാറിപ്പോ എന്താ പറയാളെ? നിശാല് പിന്നെ നേരത്തെ തന്നെ തീരുമാനമാക്കിയതുകൊണ്ട് അത് കഴിഞ്ഞിട്ടോ. അപ്പൊ ഇവിടെ ചോദിച്ചാ എന്താ അതിന്റെ റിവ്യൂ? അടിപൊളിയല്ലേ? എന്താണ് പറയാനുള്ളത്? ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയാ? വാപ്പുട്ടിയൊക്കെ അന്തം മുട്ടിക്കാണ്. എന്താ വാപ്പുട്ടിയ പറയാനുള്ളത്? അടിപൊളിയാ? അല്ല, ടേസ്റ്റ് ആണ് നമ്മൾ ചോദിച്ചത്. ഓരോ കഷ്ണം കൂടി ആകാമെന്നാണ് സിദ്ധിയാക്ക പറയണത്. അത് നാളെ തരുന്ന വാപ്പുട്ടി പറയുന്നുണ്ട്. എല്ലിന്റെ കളിയാണ്, എല്ലിന്റെ കളിയാണ് അല്ലേ? അതന്നെ. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഇത് വരാത്തവർക്ക് നഷ്ടമായി. കാരണം അത്രക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ അപ്പുറത്തുള്ള കാഴ്ചയാണ് പ്രേക്ഷകരെ. ഉള്ളി തൊലിച്ചുകൊണ്ടിരിക്കുകയാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ക്യാരറ്റ് ഉണ്ട്. നെയ്ച്ചോറല്ലേ നാളെ? നെയ്ച്ചോറും ബീഫും അല്ലേ? അതിനു വേണ്ടി ഉള്ളി മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വറകൊക്കെ ഇതാ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. ഇതാ വരുന്നു. ഇതാ ചെറിയ ചെമ്പുകൾ, കണ്ടമാനം ചെമ്പ്, നമ്മുടെ കൊന്നാരത്ത് വെക്കാനുള്ള ചെമ്പുകളാണ് അവിടെ സജ്ജമായി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ അവിടെ ഉണ്ട്. വറകിതാ. അതുപോലെ എന്താ പറയാനുള്ള പൈസക്ക? വരാത്തവർക്ക് കിട്ടാത്തവർക്ക് നഷ്ടം അല്ലേ? അതല്ലേ, അടിപൊളി, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാരും ആവേശത്തോടു കൂടിയാണ് കഴിക്കണത്.
ഈ ഒരു രസമൊക്കെ മക്കളെ എവിടെ കിട്ടുക? ഏതാ കുഞ്ഞോണി എന്താ പറയാനുള്ളത്? അതല്ലേ അതല്ലേ പ്രവാസികളുടെ ആ ഒരു എന്താണ് അതല്ലേ വേറെ ലെവല് ഉഷാറാക്കണം നമ്മക്ക്. ഓനോ അടിപൊളിയല്ലേ അവിടെ കുഞ്ഞായ്മക്കൊക്കെ തിന്നണ രംഗൈ അല്ലേ? ഏതായാലും അടിപൊളി കേട്ടോ. ഇട്ടിട്ടും തീരുന്നില്ല. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയതുകൊണ്ട് അത്രയ്ക്ക് അതിന്റെ ഊക്ക് അതിന്റെ ടേസ്റ്റിന്റെ എന്താ പറയാ അത്രയ്ക്ക് അടിപൊളിയാണ്. പറ ഓർക്കോടത് എല്ലാരും ഉണ്ട് ഇവിടെ. അടിപൊളിയല്ലേ? ആ നോക്കാണ് എന്നിട്ട് പിന്നെയും ഇതാ കോരാൻ വന്നു. അങ്ങനെ കുറച്ച് ടീമുണ്ട് ഇവിടെ. നാസിഫ് കൊന്നാരം ആ പോത്തിന്റെ എല്ലും തോലുമാണ് ഈ കാണുന്നത്. തിന്ന് തീരുമാനാക്കി കണ്ടോ ചെറുക്കന്മാര്. എല്ലാരും ഇവിടെ സജ്ജമായിട്ട് നമ്മളെ കുട്ടികളൊക്കെ ഉണ്ട്. ഇവിടെ മദർസ പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അടിപൊളി. ചെലവിൽ അവിടെ ഗെയിം കളിക്കാണ്. ഈ റബീഉൽ അവ്വലിന്റെ തലേ ദിവസം എല്ലാ നമ്മുടെ കൊന്നാരക്കാര് ചെറുപ്പക്കാര് കുട്ടികളെല്ലാം ഈ ഒരു നബിദിനത്തിന്റെ ആ ഒരു മദഹില് ആ ഒരു സ്നേഹത്തിൽ എല്ലാവരും അലിഞ്ഞ ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കൊന്നാരം മത്മമ്പ ഉള്ളുലു മദ്രസാങ്കണത്തിൽ നിന്ന് നിങ്ങളുമായി ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഒരു അത്തരമാലയുണ്ട്. എന്താ നമുക്ക് സംസാരിക്കാം? എന്താ പറയാനുള്ളത്? അടിപൊളി ടേസ്റ്റാണോ അല്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല, നേരത്തെ വരണ്ടേ. അപ്പൊ പോലെ പറയണതൊക്കെ എന്താ വെച്ചാല് അടിപൊളി നല്ല ടേസ്റ്റാണെന്നാ പറയണത്. അപ്പൊ ഇങ്ങനത്തെ നല്ല പരിപാടികൾക്കൊക്കെ നേരത്തെ വരാം. നൗഷാദ് പ്രവാസിയാണ്. ഇനി പോണ്ടോ? നാട്ടിൽ പോണ്ടോ? ഇനി ഗൾഫിൽ പോണ്ടോ? ഇവിടെ കൂടാതാ പറയണേ. കാരണം ഇങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ എന്താണ് പ്രവാസിയായാൽ കിട്ടൂല. അപ്പൊ ഇവനൊക്കെ പറയണത് ഇവിടെ നിൽക്കുകയാണെന്നാണ് കേട്ടോ. കാരണം ഇത്രക്ക് നല്ല മനോഹരമായ ഞാൻ ഹൈദരാബാദിൽ നിന്ന്. അപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രം അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇത് നമ്മളുടെ നാടിന്റെ ഒരു ഒത്തൊരുമയും ഒരു കൂട്ടവും ഒരു സ്നേഹവും ഒരു സൗഹൃദം ഒക്കെയാണ് കേട്ടോ. ഈ നബിദിനവും പെരുന്നാളും അങ്ങനത്തെ നല്ല നല്ല ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ നമ്മുടെ നാട്ടുകാർ ഒരുമിച്ച് കൂടുന്ന എല്ലാ നാടുകളിലും ഉണ്ടാകുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിലും ഉള്ള സൗഹൃദവും ഒരു ഒത്തൊരുമയുമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷവും എന്താ പറയുക ഒരു സ്നേഹമായിട്ട് നമുക്ക് ഇത് നമുക്ക് മാറും എന്ന് നമുക്ക് വിചാരിക്കുക. അപ്പോൾ അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല. എല്ലാവരോടും സ്നേഹം മാത്രം. നല്ല നാളത്തെ റബീഉൽ അവ്വലിൻ്റെ ആ ഒരു കാഴ്ചകളും നിങ്ങൾക്ക് ഈ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരോടും സ്നേഹം മാത്രം.